ഇന്നലെ വിഭജന ഭീതി ദിവസം ആചരിച്ചു. ഇന്നിപ്പോൾ ഇതാ പ്രധാനമന്ത്രിയുടെ പ്രസംഗം RSSനെ പുകഴ്ത്തിക്കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ NGO എന്നാണ് RSSനെ വിശേഷിപ്പിച്ചത്. തൊട്ടുപിന്നാലെ ഇതാ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ വരികയാണ്. രാഷ്ട്രപിതാവിനും മുകളിൽ സവർക്കറെ പ്രദർശിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് വരുന്നത്. സജീഷിലേക്ക് വീണ്ടും. സജീഷ്, ഇപ്പോൾ അതിശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യം, ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ളവരുടെ പ്രതികരണം വരുന്നു. സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ നിന്ന് വന്നിരിക്കുന്ന പോസ്റ്റർ എന്ന രീതിയിൽ കൂടി കേരളം ഇതിൽ പ്രതികരണം പ്രതീക്ഷിക്കുകയാണല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു പ്രതികരണത്തിനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണമായിരിക്കും സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാവുക. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് പ്രാതിനിധ്യമുണ്ട് എന്ന് വാദിക്കുന്ന BJPയിൽ നിന്ന് മറിച്ചൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മഹാത്മാഗാന്ധിക്കും മുകളിൽ എങ്ങനെ സവർക്കർ വന്നു എന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കും അവകാശപ്പെടാൻ ഇല്ലാത്ത RSS എന്ന് പലതവണ ചരിത്രരേഖകളോട് വ്യക്തമായതാണ്. പലതവണ RSS അതിനെ തിരുത്തി അവകാശവാദം ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതിനെ ഖണ്ഡിക്കുന്ന പല ചരിത്രരേഖകളും ഉണ്ട് താനും. അങ്ങനെ സ്വാതന്ത്ര്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാതിനിധ്യം ഒന്നുമില്ലാതിരുന്ന ഒരാളെയാണ് രാജ്യത്തിൻ്റെ സമുന്നതരായ സ്വാതന്ത്ര്യദിന പോരാളികളുടെ പോസ്റ്ററുമായി ചേർത്ത് വെക്കുന്നു. അതിലൊപ്പം ഈ ഏറ്റവും വിരോധാഭാസം എന്ന് പറയാം എന്ന് തന്നെ പറയേണ്ടി വരും. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറെ വെക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ വിമർശനവും പ്രതിഷേധവും വരുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. അല്പസമയം മുമ്പാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്റർ പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ പുറത്തു വരികയും ചെയ്തു. ഏതായാലും പ്രതിഷേധവും വിമർശനവും മുന്നോട്ട് വെക്കുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രതികരണങ്ങൾ നേരത്തെ നമ്മുടെ ജോൺ ബ്രിട്ടാസും NK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് RSS മുന്നോട്ട് വെക്കുന്ന ഗൂഢതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അതായത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് RSSൻ്റെ പങ്കാളിത്തം എടുത്തു കാണിക്കാം, സവർക്കർ ഉൾപ്പെടെ ആൾക്കാർ രാജ്യത്തിന് വലിയ സംഭാവന നൽകിയ ആളുകൾ ആണ് എന്ന് പറഞ്ഞു വെക്കുക, അങ്ങനെയുള്ള ചരിത്രം ഉണ്ടാക്കി ചരിത്രത്തെ വളച്ചൊടുക്കുക എന്നതുൾപ്പെടെയുള്ള ഗൂഢതന്ത്രങ്ങൾ പലതവണ കേന്ദ്രവും BJPയും ഒക്കെ പയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. സ്മൃതി.